പെരുമ്പാവൂരിന്റെ യാത്രാ ദുരിതം പരിഹരിക്കുന്നതിന് ബൈപ്പാസ് രണ്ടാം റീച്ച് നിർമ്മാണം എത്രയും വേഗം പൂർത്തീകരിക്കുക എന്നതാണ് തന്റെ പ്രഥമ ലക്ഷ്യമെന്ന് LDF സ്ഥാനാർത്ഥി ബേസിൽ പോൾ. കൂടാതെ പൊതുജനങ്ങൾക്ക് ഉപകാരപ്പെടുന്ന രീതിയിൽ ആശുപത്രികളുടെ നവീകരണവും ലക്ഷ്യം വെക്കുന്നതായി ഇടതു സ്ഥാനാർത്ഥി വ്യക്തമാക്കി. തന്റെ മുൻകാല ജനകീയ ഇടപെടലുകൾ ഈ തെരഞ്ഞെടുപ്പിൽ വലിയ ഗുണം ചെയ്യുമെന്നും അദ്ദേഹം മാധ്യമങ്ങളോട്. പെരുമ്പാവൂർ നഗരത്തിലെ യാത്രാ ദുരിതത്തിന് പരിഹാരം കാണുക, ബൈപ്പാസിന്റെ നിർമ്മാണം 2 റീച്ചും എത്രയും വേഗം പൂർത്തിയാക്കുക, പെരുമ്പാവൂർ താലൂക്ക് ആശുപത്രിയുടെ സമഗ്രമായ വികസനം നടപ്പിലാക്കുക എന്നിവയാണ് തന്റെ പ്രഥമ പരിഗണനയിൽ ഉള്ളത് എന്ന് പെരുമ്പാവൂരിലെ LDF സ്ഥാനാർത്ഥി പ്രസ് ക്ലബ്ബിൽ നടത്തിയ മുഖാമുഖം പരിപാടിയിൽ വ്യക്തമാക്കി. ഓരോ ഗ്രാമപഞ്ചായത്തിലെയും പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളുടെയും വികസനം സാക്ഷ്യമാക്കുന്നതും തന്റെ പദ്ധതിയിലുണ്ട്. കഴിഞ്ഞ കാലങ്ങളിൽ ജനപ്രതിനിധി എന്ന നിലയിൽ നടത്തിയിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ തനിക്ക് ഗുണകരമാകുമെന്നും ബേസിൽ പോൾ പറഞ്ഞു. കൂവപ്പടി ബ്ലോക്ക് പഞ്ചായത്ത് വളപ്പിലുള്ള കാർഷിക വിപണന കേന്ദ്രം, 25 വർഷം മുൻപ് ആരംഭിച്ച മലമുറിയിലെ പൊതുശ്മശാനം തുടങ്ങി എണ്ണിയാലൊടുങ്ങാത്ത വികസന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം വഹിക്കുവാൻ സാധിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി. പഴയകാല പൈതൃകമുണ്ടായിരുന്ന കുറുപ്പമ്പടിയിലെയും പെരുമ്പാവൂരിലെയും മാർക്കറ്റുകളുടെ തിരിച്ചുവരവ് തന്റെ വികസന സ്വപ്നങ്ങളിൽ ഒന്നാണ്. LDF നേതാക്കളായ അഡ്വക്കേറ്റ് NC മോഹനൻ, ബാബു ജോസഫ്, KP ബാബു, അഡ്വക്കേറ്റ് രമേശ് ചന്ദ് തുടങ്ങിയവർ ഈ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ഇന്ന് പെരുമ്പാവൂരിനെ സംബന്ധിച്ചിടത്തോളം പറയുമ്പോൾ തടി വ്യവസായത്തിന് നമ്മളൊക്കെ പഠിച്ച കാലഘട്ടത്തിൽ പാഠപുസ്തകത്തിൽ പറഞ്ഞിരുന്നത് എന്താ, കല്ലായി എന്നായിരുന്നു തടിക്കച്ചവടത്തിൽ ഏറ്റവും കേൾവി കേട്ട സ്ഥലം എന്നുള്ളത്. ഇന്നത് മാറി പെരുമ്പാവൂരിലെ തടി ബിസിനസിന് ഏറ്റവും കേൾവി കേട്ട നാട് എന്ന് പറയുന്നത് പാഠപുസ്തകങ്ങളിൽ തന്നെ തിരുത്തി എഴുതേണ്ട ഒരു സമയമായിരിക്കുന്നു. അത് പെരുമ്പാവൂരായി മാറിയിരിക്കുന്നു. അത്രയും വലിയ വികസന സങ്കല്പം വരുമ്പോൾ അതിനോടൊപ്പം നാട് ഉണരുന്നില്ല. ആ നാടിനെ ഉണർത്തുവാൻ എന്റെ കഴിവിന്റെ പരമാവധി വിനിയോഗിക്കുക എന്നുള്ളതാണ് എന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ദൗത്യമായി ഞാൻ കാണുന്നത്. കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെന്റ് ബൈപ്പാസ് നിർമ്മാണത്തിന് ആവശ്യമായിട്ടുള്ള തുക അനുവദിച്ചതിന് ശേഷം ഉദ്യോഗസ്ഥ തലത്തിൽ അതിനെ കോർഡിനേറ്റ് ചെയ്ത് ഫലപ്രദമായി പൂർത്തിയാക്കാൻ കഴിയാതെ വന്നതിന്റെ കാരണങ്ങൾ നിങ്ങളുടെ മുൻപിലുണ്ട്. ആ ബൈപ്പാസ് നിർമ്മാണം സമയബന്ധിതമായി പൂർത്തിയാക്കുക എന്നുള്ളത് ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഉത്തരവാദിത്വമാണ്. സ്ഥാനാർത്ഥി എന്ന നിലയിൽ ശ്രീ ബേസിൽ പോൾ അതിന് സമർത്ഥമായി സമയബന്ധിതമായി അത് പൂർത്തിയാക്കാൻ നേതൃത്വം കൊടുക്കും. ന്യൂസ് ബ്യൂറോ, പെരുമ്പാവൂർ. റിങ്ങുകൾ 1 ഗ്രാമിൽ തുടങ്ങുന്ന മാലകൾ, നെക്ലസുകൾ 9,000 രൂപ മുതൽ ഡയമണ്ട് നെക്ലസുകൾ 1 ലക്ഷം മുതൽ ആരംഭിക്കുന്ന വെഡിംഗ് സെറ്റുകൾ. കൂടാതെ നിങ്ങളുടെ പഴയ സ്വർണത്തിന് ഏറ്റവും ഉയർന്ന മൂല്യവും മഹാരാജ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്